മക്കൾസ്, ബാബു സാറാണേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, പുതിയ അധ്യയന വർഷം പിറന്നു, സ്കൂളുകളൊക്കെ തുറന്നു, നമ്മൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങി. നിങ്ങൾ 10th സ്റ്റാൻഡേർഡിലാണ്, SSLCയിലാണ് നമ്മൾ ഈ വർഷം പഠിക്കുന്നത്. പക്ഷെ ഒരുപാട് കുട്ടികൾക്ക് പ്രയാസമുണ്ട്. സാർ, ഹിന്ദി എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല, പിന്നെ എങ്ങനെ സാർ ഞാൻ ഹിന്ദിയിൽ A+ സ്വന്തമാക്കും? മറ്റെല്ലാ വിഷയങ്ങളും എനിക്ക് ഈസിയാണ്, ഹിന്ദി വല്ലാത്തൊരു തലവേദനയാണ് എന്ന്. ഞാൻ അക്ഷരങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് സാർ, എന്നിട്ടും ഹിന്ദി എഴുതാനോ വായിക്കാനോ എനിക്ക് പറ്റുന്നില്ല, എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ? നോക്കൂ മക്കളെ, അത്തരം ആളുകളുടെ പ്രശ്നമാണ് നമ്മൾ ഇന്ന് പരിഹരിക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കാൻ അറിയാവുന്നവരാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ഒന്നും അറിയില്ലെങ്കിൽ പോലും അസ്ത്ര ബാച്ചുകളിലൊക്കെ നമ്മൾ ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ കൃത്യമായി നമ്മൾക്ക് പറഞ്ഞു കൊടുക്കുകയും കുട്ടികളൊക്കെ എഴുതി പഠിക്കുകയൊക്കെ ചെയ്തു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അസ്ത്ര ബാച്ചുകൾ രണ്ടാമത്തെ 2.0 ബാച്ച് ആരംഭിക്കുകയാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് അതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് പരിഹാരമാവുന്നതേ ഉള്ളൂ. എങ്കിലും സാറ് പറയാൻ പോവുകയാണ്, മക്കളെ, നിങ്ങൾ അക്ഷരങ്ങളൊക്കെ പഠിച്ചു, ഇതാണ് നമ്മൾക്ക് ഹിന്ദിയിലുള്ള അക്ഷരങ്ങൾ. ഇത്രയും അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് കൊണ്ട് എനിക്ക് ഹിന്ദി എഴുതാനോ വായിക്കാനോ പറ്റുന്നില്ല സാർ. ചില വാക്കുകളൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. അതിൻ്റെ പ്രശ്നം എന്താണ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ അക്ഷരങ്ങളെ നിങ്ങൾ കാണുമ്പോൾ ഈ അക്ഷരങ്ങളെ നമ്മൾ രണ്ടാക്കി തരംതിരിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ കാണുന്നത് സ്വരാക്ഷരങ്ങളാണ്. നോക്കൂ മക്കളെ, സ്വരാക്ഷരങ്ങളാണ്, സ്വരവർണ്ണങ്ങൾസ് ആണ്. എന്തൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്? ഒന്ന് ആ, ആ, ഇ, ഈ, ഉ, ഊ, റ്. എ, ഐ, എ ഇല്ല ഹിന്ദിയിൽ. എ കഴിഞ്ഞ ഒറ്റച്ചാട്ടം ഐയിലേക്ക്. ഓ ഇല്ല. ഓ കഴിഞ്ഞ ഒറ്റച്ചാട്ടം ഔയിലേക്ക്. പിന്നെ നമുക്ക് അനുസ്വാരം വിസർഗം എന്ന രൂപത്തിൽ ഇവിടെ മുകളിൽ കൊടുത്തിട്ടാൽ അം, പിന്നെ കൊടുത്തിട്ടാൽ ആ. അതാണ് അനുസ്വാരം വിസർഗം. അത് നമ്മൾ അം, ആ എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായി സ്വരാക്ഷരങ്ങൾ 11 തന്നെ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ 13 കാണുന്നുണ്ട്. പക്ഷേ ഇത് തന്നെയാണ് ഇത് എന്നുള്ളത് കൊണ്ട് തന്നെ ബേസിക് ആയിട്ട് 11 പക്ഷെ നമുക്ക് 13 കാണാൻ പറ്റും. അപ്പൊ എന്താണ് സ്വരാക്ഷരങ്ങൾ? സ്വരാക്ഷരങ്ങൾ നോക്കൂ, ഹിന്ദി ഭാഷയിലെ മൊത്തം അക്ഷരങ്ങളെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു, സ്വരാക്ഷരങ്ങളെന്നും വ്യഞ്ജനാക്ഷരങ്ങളെന്നും. എന്തിനാ സാർ ഇതിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നത്? സ്വരാക്ഷരങ്ങളുടെ പ്രത്യേകത, ഈ അക്ഷരങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. സ്വരാക്ഷരങ്ങൾ സ്വതന്ത്രമായ അക്ഷരങ്ങളാണ്, മറ്റൊരക്ഷരങ്ങളുടെയും കലർപ്പില്ലാത്തവയാണ്, സംസാരിക്കുമ്പോൾ ചുണ്ടുകൾ പരസ്പരം കൂട്ടിമുട്ടാത്തവയാണ്, തൊണ്ടയിൽ നിന്ന് മാത്രം ഉത്ഭവിക്കുന്നവയാണ് എന്നിത്യാദി പ്രത്യേകതകളാണ് ഈ സ്വരാക്ഷരങ്ങൾക്കുള്ളത്. ഇതെത്ര ഉണ്ട്? 13 കാണാം. അടിസ്ഥാനപരമായി 11 ഉള്ളത്. അം, ആ, അനുസ്വാരം വിസർഗം ചേരുമ്പോഴാണ് 13. ഇത് നിങ്ങൾ ഹിന്ദിയിലും മലയാളത്തിലും കൃത്യമായി എഴുതി പഠിക്കുക. സെറ്റല്ലേ? അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പഠിക്കാനുള്ളത് വ്യഞ്ജന വർണ്ണങ്ങളാണ്. വ്യഞ്ജന വർണ്ണങ്ങൾ നമ്മൾ നോക്കൂ, കൃത്യമായി നമുക്ക് വ്യഞ്ജന വർണ്ണങ്ങൾ ഖ, ഖ, ഗ, ഘ, ങ, ച, ഛ, ജ, ഝ, ഞ, ഠ, ഠ, ഡ, ഢ, ണ, ഥ, ഥ, ദ, ധ, ന, പ, ഫ, ഭ, ഭ, മ, യ, ര, ല, വ, ശ, ഷ, സ, ഹ. ഇത്രയും 33 5, 10, 15, 20, 25, 30, 3, 33 വ്യഞ്ജനാക്ഷരങ്ങളാണുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഹിന്ദി ഭാഷയിൽ സ്വരാക്ഷരങ്ങളെന്നും വ്യഞ്ജനാക്ഷരങ്ങളെന്നും അക്ഷരങ്ങളെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, സ്വരാക്ഷരങ്ങൾ സ്വതന്ത്രാക്ഷരങ്ങളാണ്, മറ്റൊരക്ഷരങ്ങളെ കലർപ്പില്ലാത്തവയാണ്, സംസാരിക്കുമ്പോൾ ചുണ്ടുകൾ പരസ്പരം കൂട്ടിമുട്ടാത്തവയാണ്, തൊണ്ടയിൽ നിന്ന് മാത്രം ഉണ്ടാവുന്നവയാണ് സ്വരാക്ഷരങ്ങൾ. ഇപ്പോൾ പറഞ്ഞ നിയമത്തിൽ പെടാതെ അവശേഷിക്കുന്ന ബാക്കി എല്ലാ അക്ഷരങ്ങളെയാണ് നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ എന്നും പറയുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ വ്യഞ്ജനാക്ഷരത്തിന്റെ അകത്ത് സ്വരാക്ഷരമുണ്ട്. ഉദാഹരണം നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചു നോക്കൂ മക്കളെ, ഇത് സ്വരാക്ഷരമാണ്, ഇത് വ്യഞ്ജനാക്ഷരമാണ്. സ്വരാക്ഷരങ്ങളിലെ നമ്മൾ ആ എന്ന് പറഞ്ഞാൽ അതിൽ ഈ ഒരു അക്ഷരവും ഇല്ല. എന്നാൽ വ്യഞ്ജനാക്ഷരങ്ങളിലെ ഏതക്ഷരം പറഞ്ഞാൽ, ഉദാഹരണത്തിന് നമ്മൾ ക എന്ന അക്ഷരം പറയാ, അപ്പോൾ നമുക്ക് ആ കാണാൻ പറ്റും. എന്നാൽ ആ എന്ന് പറഞ്ഞാൽ അതിൽ ക ഇല്ല. അപ്പോ വ്യഞ്ജനാക്ഷരങ്ങളെ നിങ്ങൾ അങ്ങനെ തന്നെയോ വള്ളിയോ പുള്ളിയോ ദീർഘമോ ചുരുക്കോ ഇട്ടോ പറഞ്ഞാൽ അത് നിങ്ങൾ സ്വരാക്ഷരങ്ങൾ പോയിട്ട് സൗണ്ട് അവസാനിക്കും. എന്നാൽ സ്വരാക്ഷരം പറഞ്ഞാൽ അടിയിലത്തെ വ്യഞ്ജനാക്ഷരങ്ങളുമായിട്ട് യാതൊരു ബന്ധവും വരുന്നില്ല. ഇതാണ് സ്വരാക്ഷരം വ്യഞ്ജനാക്ഷരം തമ്മിലെ വ്യത്യാസം. ഇനി വേറൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, വ്യഞ്ജനാക്ഷരങ്ങളിൽ നമുക്കൊരു 3 അക്ഷരങ്ങളെ പ്രത്യേകമായിട്ട് പഠിക്കണം. നോക്ക്, ഥ എന്ന് ഉള്ള അക്ഷരം കണ്ടോ? ഹിന്ദി ഭാഷയിൽ എല്ലാ അക്ഷരങ്ങൾക്കും മുകളിലും വരയുണ്ട്, എല്ലാ അക്ഷരങ്ങൾക്കും മുകളിലും വരയുണ്ട്. എന്നാൽ ഥ, ധ, ഭ എന്നീ 3 അക്ഷരങ്ങൾക്ക് മുകളിലൂടെ പൂർണ്ണമായി അങ്ങ് വരയ്ക്കാൻ പാടില്ല. അങ്ങനെ വരച്ചാൽ എന്താ സംഭവിക്കുക? ധ എന്ന് നോക്കൂ, വിട്ടല്ലേ വരച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ കൂട്ടി വരച്ച പോലെ അത് യ എന്ന് തെറ്റിദ്ധരിക്കപ്പെടും. ധ എന്ന് പറയുന്ന അക്ഷരത്തെ നമ്മൾ ഇവിടെ വിട്ടു വരച്ച് കൂട്ടി വരച്ചാൽ നമ്മൾ ഘ എന്ന മറ്റൊരു അക്ഷരമായി പോകും. ഭ എന്ന് പറയുന്ന അക്ഷരത്തെ നമ്മൾ വിട്ടാണ് വരച്ചിരിക്കുന്നത്, അതിനെ കൂട്ടി വരച്ചാൽ മ എന്നായി പോകും. അപ്പൊ നമ്മൾ ഹിന്ദി ഭാഷയിലെ എല്ലാ അക്ഷരങ്ങൾക്കും വരയുണ്ട്. എന്നാൽ
ധ ധ ഭ എന്നീ 3 അക്ഷരങ്ങൾക്ക് മുകളിലൂടെ പൂർണ്ണമായി വരയിടാൻ പാടില്ല. അത് ചുണ്ട് വളച്ച് വിട്ട് വരച്ച്, ചുണ്ട് വളച്ച് വിട്ട് വരച്ച്, ചുണ്ട് വളച്ച് വിട്ട് വരച്ചാണ് ധ ധ ഭ എന്നത്. എന്നാൽ യ ഘ മ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ ചുണ്ട് വളയുന്നില്ല, കൂട്ടി വരയ്ക്കുന്നു, ചുണ്ട് വളയുന്നില്ല, കൂട്ടി വരയ്ക്കുന്നു, ചുണ്ട് വളയുന്നില്ല, കൂട്ടി വരയ്ക്കുന്നു. അപ്പൊ ധ ധ ഭ എന്നീ ഭാഷയിലെ എല്ലാ അക്ഷരങ്ങൾക്ക് മുകളിൽ വരയുണ്ട്. എന്നാൽ ധ ധ ഭ എന്നീ 3 അക്ഷരങ്ങൾക്ക് മുകളിലൂടെ പൂർണ്ണമായി വരയിടുവാൻ പാടുള്ളതല്ല. അപ്പൊ അത് സെന്ററിലാണ്, ഒരു വാക്കിന്റെ സെന്ററിലാണ് ഇത്ര അക്ഷരം വരുന്നെങ്കിൽ അവിടം വരെ വരച്ച് ആ അക്ഷരത്തിന്റെ മുകളിൽ അവിടെ നിർത്തിയതിനു ശേഷം അവിടെ നിന്ന് അങ്ങോട്ട് വരച്ച് പൂർണ്ണമാക്കണം. ഓക്കെ, അത് സെന്ററിൽ കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒന്നിച്ച് വരയ്ക്കാൻ പാടുണ്ടോ? പാടില്ല. അവിടെ എത്തുമ്പോൾ നിർത്തി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വരയ്ക്കണം. ഇതാണ് അക്ഷരത്തിന്റെ പ്രത്യേകത. പിന്നെ നമ്മൾ പറഞ്ഞു, ഇങ്ങനെ ഇത്ര മാത്രം നിങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ട്. എനിക്കറിയാം, ബാബു സാറിനറിയാം, ഇത്രയും അക്ഷരങ്ങൾ കാണാതെ സെറ്റാക്കി നിങ്ങൾ ഓരോ അക്ഷരം അതിന്റെ മുകളിൽ മലയാളം എഴുതി നിങ്ങൾ പഠിക്കും. പക്ഷെ എന്നിട്ട് സാറേ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. പറ്റില്ല. കാരണം നിങ്ങൾക്ക് കുറഞ്ഞ വാക്കുകളെ പറ്റുള്ളൂ. ഉദാഹരണത്തിന് നോക്കൂ, ഇങ്ങനെ കുറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് പറ്റും. ക എന്ന് പറയുന്ന അക്ഷരം എഴുതിയാൽ വായിക്കാൻ പറ്റും. ല എന്ന് പറയുന്ന ഒരു അക്ഷരം എഴുതിയാൽ വായിക്കാൻ പറ്റൂ. മ എന്ന് പറയുന്ന അക്ഷരം എഴുതിയാൽ വായിക്കാൻ പറ്റൂ. കലമ എന്നല്ല നമ്മൾ ഇത് വായിക്കുന്നത്. ഇത് നമ്മൾ അവസാനത്തെ അക്ഷരത്തെ പകുതിയെ പറയാൻ പാടുള്ളൂ ഹിന്ദി വായിക്കുമ്പോൾ. അപ്പോൾ ഇത് കലം എന്നാണ് വായിക്കുന്നത്. കലം എന്നാണ് വായിക്കുന്നത്. ഓക്കെ, കലം എന്നാണ്. ഞാൻ ശരിക്കും ചെയ്തു തരാം. നമ്മൾ ഹിന്ദി ഭാഷയിൽ അക്ഷരം പഠിച്ചു കഴിഞ്ഞാൽ ക ല മ. ഇത് നമ്മൾ വായിക്കേണ്ടത് കലമ എന്നല്ല. ഇവിടെ നമ്മൾ ഫുള്ള് പറയാം, ഇത് ഫുള്ള് പറയാം, അവസാനത്തത് പകുതിയെ പറയാം. കലം എന്നേ പറയാൻ പാടുള്ളൂ. ഹിന്ദി അക്ഷരം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കാൻ ഒരു പ്രയാസവുമില്ല. പക്ഷേ എല്ലാ വാക്കുകളും വായിക്കാൻ പറ്റുന്നില്ല. അക്ഷരം പഠിച്ചപ്പോൾ കുറച്ചേ വായിക്കാൻ പറ്റുന്നുള്ളൂ. സർ, അക്ഷരം ഞാൻ മുഴുവൻ സെറ്റാക്കി, പക്ഷെ വായിക്കാൻ പറ്റുമോ? കുറച്ചൊക്കെ എന്നതാണ് എൻ്റെ പ്രശ്നം. ആ പ്രശ്നത്തിന് നിങ്ങൾക്ക്, ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇങ്ങനൊരു പേര് തന്നു, ഇങ്ങനൊരു പേര് തന്നു. ഈ പേര് ഇത് തന്നാൽ വായിക്കാൻ പറ്റുന്നില്ല. ഇത് കൈകൈന, ഇത് 2 കോലും കൊമ്പും വള്ളിയും ഒക്കെ ഉണ്ട്, അതൊരു ഐഡിയ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അക്ഷരം വള്ളിയും പുള്ളിയും ഇല്ലാത്ത, അക്ഷരത്തിന് കൂടെ വള്ളിയും പുള്ളിയും ഇല്ലാത്ത വാക്കുകൾ നിങ്ങൾ സുന്ദരമായിട്ട് വായിക്കും. പക്ഷേ വള്ളിയും ചിഹ്നങ്ങളൊക്കെ ചേർന്ന് വരുന്ന അക്ഷരങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ സ്വരാക്ഷരവും വ്യഞ്ജനാക്ഷരവും 33 അക്ഷരങ്ങൾ മാത്രം പഠിച്ചാൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദിയിലെ മുഴുവൻ വാക്കുകളും വായിക്കാൻ പറ്റില്ല. ഇതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന്. ഇതിനെങ്ങനെ പരിഹരിക്കാം? ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും, അതായത് ഈ അക്ഷരങ്ങളെയും നോക്കൂ, അതായത് ഈ അക്ഷരങ്ങളെയും കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ വേറൊരു അക്ഷരം ഉണ്ടാക്കും. അത് സാധാരണ എല്ലാവരും എഴുതി പഠിക്കുന്നില്ല. അവിടെയാണ് നമുക്ക് പ്രശ്നം വരുന്നത്. സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും കൂട്ടിച്ചേർത്ത് ദീർഘാക്ഷരങ്ങൾ ഉണ്ടാക്കുന്നു. നോക്കൂ, ക എന്ന് പറയുന്ന വ്യഞ്ജനാക്ഷരമാണ് ഇത്. ക എന്ന് പറയുന്ന വ്യഞ്ജനാക്ഷരം, കാക്ക ഗംഗയിൽ ആദ്യക്ഷരം. ആ അക്ഷരത്തിന്റെ കൂടെ ഓരോന്നിന്റെ കൂടെ നമ്മൾ ഓരോ സ്വരാക്ഷരം ചേർക്കുന്നു. ക എന്നുള്ളതിന് നമ്മൾ ഇത് ശരിക്കും ക എന്ന് പ്രൊണൗൺസ് ചെയ്യണം. ക പ്ലസ് ആ സമാണ് ക. ക പ്ലസ് ആ ചേർത്തപ്പാണ് ക കിട്ടിയത്. ക പ്ലസ് ഇ ചേർത്തപ്പാണ് കി കിട്ടിയത്. ക പ്ലസ് ഇ ചേർത്തപ്പോൾ കി കിട്ടി. ക പ്ലസ് ഉ ചേർത്തപ്പോൾ കു കിട്ടി. ക പ്ലസ് ഊ ചേർത്തപ്പോൾ കു വന്നു. ക പ്ലസ് ഋ സമം കൃ. ക പ്ലസ് എ സമം കെ. ക പ്ലസ് ഐ സമം കൈ. ക പ്ലസ് ഓ സമം കോ. ക പ്ലസ് ഔ സമം കൗ. ക പ്ലസ് അം സമം കം. ക പ്ലസ് ആ സമം ക. ഇങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ ഇതിനെ നിങ്ങൾ നോക്ക്, ക ക കി കി കു കു കൃ കെ കൈ കോ കൗ കം ക. ഇങ്ങനെ 13 അക്ഷരം. നമ്മൾ കായുടെ ഒരൊറ്റ അക്ഷരമേ പഠിച്ചിട്ടുള്ളൂ. കായ്ക്ക് ഡെക്കറേഷനുകൾ വന്നതോടുകൂടി 13 അക്ഷരങ്ങളുണ്ട്. അതല്ലാതെ 14ാമത്തെ ഒരു ഡെക്കറേറ്റഡ് ഹിന്ദി ക എന്ന് പറയുന്ന അക്ഷരമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലാസ്സുകളിൽ നിങ്ങൾ PG പഠിക്കുന്ന കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് തുറന്ന് വായിക്കണമെങ്കിലും പ്രയാസമില്ല. ഈ ഒരു സംഭവം നിങ്ങൾ പഠിച്ചിരിക്കണം. ഈ ഒരു സംഭവം നിങ്ങൾ പഠിക്കാതെ നിങ്ങൾ വെറും കായ് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ ഹിന്ദി വാക്കും പഠിക്കാൻ കഴിയില്ല. ഇതെല്ലാ അക്ഷരങ്ങൾക്കും അങ്ങനെ പ്രത്യേകത ഉണ്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്ക് സ്വരാക്ഷരങ്ങളെയും വ്യഞ്ജനാക്ഷരങ്ങളെയും കൂട്ടിച്ചേർത്താണ് ഹിന്ദി ഭാഷയിൽ ദീർഘാക്ഷരങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ പറഞ്ഞു. ഉദാഹരണത്തിന് നിങ്ങൾ നോക്കൂ, അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ക ക കി കി കു കു കൃ കെ കൈ കോ കൗ കം ക. ഇതുപോലെ സെക്കൻഡ് ലെറ്റർ ഘ ഘ ഘി ഘി ഘു ഘു ഘൃ ഘേ ഘൈ ഘോ ഖൗ ഖം ഖ. ഓക്കെ, അടുത്തത് ഗംഗയുടെ ഗ. ഗ ഗ ഗി ഗി ഗു ഗു ഗൃ ഗേ ഗൈ ഗോ ഗൗ ഗം ഗ. ഓക്കെ, ഇനി ഗറ എന്നുള്ള ഗ ഘ ഘ ഗി ഗി ഗു ഗു ഗൃ ഗേ ഗൈ ഗോ ഗൗ ഗം ഗ. പിന്നെ നമുക്ക് ങ ങ ങി ങി ങു ങു ങൃ ങേ ങൈ ങോ ങൗ ങം ങ. ഇങ്ങനെ നോക്കൂ. അപ്പോൾ ഈ 5 അക്ഷരത്തിന് പകരം നമ്മൾ ഓരോന്നും 13 ആക്കി ഇങ്ങനെ എഴുതി പഠിക്കുന്നു.
ആദ്യം ഒരു വരി എഴുതിയതിന് ശേഷം അടുത്ത ലെറ്റർ എഴുതിയിട്ട് മുകളിൽ എങ്ങനെയാണോ ചിഹ്നം കൊടുത്തത് അതിങ്ങനെ ഇട്ട് അത് താഴോട്ട് ആവർത്തിച്ച് അങ്ങനെ എഴുതി പോയാൽ മതി. അപ്പം ക വർഗം കഴിഞ്ഞു. അടുത്ത് നമുക്ക് നോക്കൂ, ച ച ചി ചി ചു ചു ചൃ ചേ ചൈ ചോ ചൗ ചം ച. അങ്ങനെ നമ്മൾ പറഞ്ഞു. അടുത്ത് നോക്കിയോ, ട ട ടി ടി ടു ടു ട്ര ടേ ടൈ ടോ ടൗ ടം ട. ട വർഗം. ഇനി നമ്മൾ കഴിഞ്ഞാൽ ത ത തി തി തു തു തൃ തേ തൈ തോ തൗ തം ത. ഓക്കെ, അപ്പോൾ തായെ നമ്മൾ 13 പഠിച്ചു. ഓരോ അക്ഷരത്തെ നമ്മൾ അങ്ങനെ പഠിക്കുന്നു. പ കഴിഞ്ഞിട്ട് പ വർഗം, ഫ വർഗം, ബ വർഗം, ബ വർഗം, മാ വർഗം, യാ വർഗം, രാ വർഗം, ലാ വർഗം, ച വർഗം, വാ വർഗം, ഷ വർഗം. അങ്ങനെ ഓരോ അക്ഷരങ്ങളെ പഠിക്കുന്നു നമ്മൾ. അടുത്ത ഷ, ഷ ഷ ഷി ഷി ഷു ഷു ശ്രീ ഷേ ഷ ഷോ ഷം, പിന്നെ സ സ സി സി, പിന്നെ ഹ ഹ ഹി ഹി, ഛ ഛ ഛി ഛി, ത്ര ത്ര ത്രി ത്രി, ഞ ഞ ഞി ഞി, ശ്ര ശ്ര ശ്രീ ശ്രീ ശ്രു. നോക്കൂ, ശൃംഗാർ, ശ്രീവേണി ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ എഴുതാൻ വേണ്ടി നമുക്ക് ഇങ്ങനെയാണ്. ഇങ്ങനെ അക്ഷരം നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ടോട്ടലി 481 അക്ഷരം പഠിച്ചിട്ടുണ്ടാവും. 33 4 37, 37 ഇൻറ്റു ഓരോ അക്ഷരത്തിനെയും 13 ആക്കുമ്പോൾ 481 അക്ഷരം പഠിച്ചിട്ടുണ്ടാവും. ഈ 481 അക്ഷരം പഠിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദിയിലെ ഏത് ക്ലാസ്സിലെ ഏത് ടെക്സ്റ്റ് ബുക്ക് എടുത്താലും അവന് വായിക്കാൻ പ്രയാസം അനുഭവപ്പെടില്ല. ഏത് വാക്കും അവൻ എഴുതും. പിന്നീട് പഠിക്കേണ്ടത് അർത്ഥമാണ്. ഓക്കെ, പിന്നീട് ഓരോ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് എല്ലാ അർത്ഥവും നമ്മൾ അതായത് പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതായത് പാഠഭാഗങ്ങളിൽ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് എഴുതാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ എഴുതാൻ നിങ്ങൾക്ക് എത്ര സമയം വേണം? എത്ര A4 ഷീറ്റ് പേപ്പർ വേണ്ടി വരും? ഒരു 10 A4 ഷീറ്റ് പേപ്പർ വേണോ? വേണ്ട, ഒരൊറ്റ A4 ഷീറ്റ് പേപ്പർ മതി. അതിൽ ക എന്ന് എഴുതുക, ക കി കി കൊ കു കൃ കെ കൈ കോ കോ കം ക എന്ന് സാറ് കാണിച്ച സ്ക്രീനിൽ നോക്കി എഴുതുക, സ്ക്രീൻഷോട്ട് എടുത്ത് എഴുതുക. എന്നിട്ട് ബാക്കി 37 അക്ഷരങ്ങൾ താഴെ എഴുതുക. അതിൽ 20 എണ്ണം ആദ്യത്തെ പേജിൽ എഴുതുക, മറുവശത്ത് 17 വരെ എഴുതുക. ഒരു A4 ഷീറ്റ് പേപ്പറും 20 മിനിറ്റും ഉണ്ടെങ്കിൽ 481 അക്ഷരം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചോളം ഹിന്ദിയിലുള്ള മുഴുവൻ എഴുതാനും വായിക്കാനുള്ള അക്ഷരങ്ങൾ നിങ്ങൾ പഠിച്ചു. പിന്നെ ചിഹ്നം ചേർന്നാലും ചിഹ്നം ഇല്ലാത്തതും ഒക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വായിക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ നമ്മൾ സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വാക്കുകൾ ചേർത്ത് സെൻറ്റൻസ് ഉണ്ടാക്കുക എന്നുള്ള ഗ്രാമറുകളൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അസ്ത്ര 2.0 ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ്. നേരത്തെ വെക്കേഷൻ ക്ലാസ്സുകളൊക്കെ നമുക്ക് കിട്ടാത്ത ആളുകൾക്കൊക്കെ ടെൻഷൻ വേണ്ട. ബേസായി നിങ്ങൾക്കൊന്നും അറിയില്ലെങ്കിൽ വിശ്വസിച്ച് നിങ്ങൾ അസ്ത്ര ബാച്ചിൽ ചേർന്നോളൂ. പഠിപ്പിസ്റ്റുകൾക്ക് മാത്രം ചേർന്ന് പഠിക്കാനുള്ളതല്ല അസ്ത്ര ബാച്ച്. നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് ഒരു അക്ഷരം പോലും അറിയില്ലെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യൂ. അതിലുള്ള ക്ലാസ്സുകൾ ആ രീതിയിൽ പോകുന്നതായതുകൊണ്ട് ഏറ്റവും ഒന്നും അറിയാത്ത കുട്ടികൾ പോലും കൈപിടിച്ചുയർത്തി A+ എത്തിക്കുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ പോകുന്നത്. വളരെ പ്രഗത്ഭരായ അധ്യാപകരാണ് ഓരോ വിഷയം കൈകാര്യം ചെയ്യുന്നത്. ഞാനിപ്പോൾ അക്ഷരത്തിൻ്റെ ഈ ഒറ്റ ക്ലാസ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾ വായിക്കാനുള്ള എങ്ങനെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇത് ഒരു തവണ 20 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരു തവണ എഴുതി പഠിച്ചാൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പ്രയാസവുമില്ല. അപ്പോൾ നമുക്ക് അസ്ത്ര 2.0 ബാച്ചിൽ നമുക്ക് കാണാം. ഇനി സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെ ഒക്കെ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് സെൻറ്റൻസ് സ്വന്തമായി എങ്ങനെ എഴുതാമോ എല്ലാ കാര്യങ്ങളും, വിഭക്തി പ്രത്യയം പഠിക്കാനുണ്ട്, സർവനാമം പഠിക്കാനുണ്ട്. ഇതൊക്കെ പഠിച്ചിട്ട് ഹിന്ദിയിലെ പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾ കിട്ടും. ഇതുവരെ എടുത്തുപോയ പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾ 2.0 ബാച്ചിൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് വീണ്ടും തുടർന്ന് കിട്ടുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും സുവർണ അവസരമാണ്. നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ 2.0 ആരംഭിക്കുകയാണ്. അസ്ത്ര ബാച്ചിൽ പഠിച്ച കുട്ടികളൊക്കെ സ്കൂളിൽ ക്ലാസ്സുകൾ തുടങ്ങുമ്പോൾ അവർക്ക് അവരുടെ കരുത്തും കാമ്പും ഇപ്പോൾ ബോധ്യപ്പെട്ട് തുടങ്ങുന്നുണ്ടാവും. അതുപോലെ നിങ്ങളും നമുക്ക് അടുത്ത വർഷം ഫുൾ മാർക്ക് വന്നു വേണ്ടി എല്ലാവരും അസ്ത്ര 2.0 ബാച്ചിൽ പിന്നെ ജോയിൻ ചെയ്യുക. നിങ്ങൾ 9995400800 എന്ന് പറയുന്ന നമ്പറിൽ വിളിക്കുക. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. നമുക്ക് ഗംഭീരമായിട്ട് പഠിക്കാം. ഗംഭീരമായി പഠിച്ചിട്ട് ഫുൾ A+ വാങ്ങാം. അപ്പോൾ നമുക്ക് ബാച്ചിൽ കാണാം. ഓക്കെ, ബൈ.